ദർശൻ്റെ കാര്യത്തിൽ എപ്പോഴും നമുക്ക് ടെൻഷനാണ്. എനിക്ക് തോന്നുന്നു സ്പെഷ്യൽ നീഡ്സ് ഉള്ള പാരൻസിന് മിക്കവാറും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും അങ്ങനത്തെ കാര്യങ്ങൾ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ വരയ്ക്കുന്ന ഒരു പടം പോലെയാണ് അവരുടെ ലൈഫ് പോകുന്നതെന്ന്. പലപ്പോഴും എനിക്ക് അങ്ങനെയാണ് തോന്നാറുള്ളത്. കാരണം ദർശുവായിട്ട് സെൽഫായിട്ട് പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ലിമിറ്റഡ് ആണ് അങ്ങനത്തെ കാര്യങ്ങൾ. മേ ബി അതിനുള്ള ഓപ്പർച്യൂണിറ്റീസിൻ്റെ കുറവായ, അല്ലെങ്കിൽ അവനെ പുറത്ത് വിടുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവനായിട്ട് അതിനുള്ളൊരു ഇനീഷ്യേറ്റീവ്സ് ചിലപ്പോൾ എടുക്കുന്നത് വളരെ കുറവാണ്. പക്ഷെ നമ്മൾ മാക്സിമം പുഷ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ഫാക്റ്റ്. ഇന്നിപ്പോൾ ഞാനത് പറഞ്ഞു വരാനുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ദർശു കുറച്ച് ഫ്രീക്വൻ്റ് ആയിട്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരുപാടാവുമ്പോൾ കുറച്ചാകുമ്പോൾ പറയുമ്പോഴത്തേനും നമുക്ക് ടെൻഷൻ കൊണ്ടാണ്. ചിലപ്പോൾ ബാക്കിയുള്ള കുട്ടികളെല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ടാവുമായിരിക്കാം ഈ പ്രായത്തിലുള്ളത്. പക്ഷേ ദർശുവിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ ഭയങ്കര ഓവർ കൺസേൺഡ് ആണോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ മറ്റു കുട്ടികൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുമെങ്കിൽ ദർശുവിന് ചിലപ്പോൾ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടാവുന്നത്. ഡെയിലി ഇപ്പോൾ സ്കൂളിൽ ഫസ്റ്റ് ബ്രേക്കിൻ്റെ സമയത്ത് ക്യാൻറ്റീനിൽ പോകണം, അവിടെ പോയിട്ട് കഴിക്കണം. നമ്മളെപ്പോഴെങ്കിലും ഒരു ദിവസം ഞാൻ വരാൻ ലേറ്റ് ആവുകയോ അല്ലെങ്കിൽ വരാതിരിക്കുന്ന ദിവസങ്ങളിലോ പോയിട്ട് അവനവിടെ കിട്ടാണ്ടാകുമ്പോൾ അവൻ എന്തെങ്കിലും അവിടെ വിഷമങ്ങൾ ഉണ്ടാക്കരുതെന്ന് വിചാരിച്ചിട്ട് അവരുടെ അടുത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്, അവൻ എന്താണെന്ന് ചോദിക്കുന്നതെന്ന് വെച്ചാൽ കൊടുത്തോളൂ, നമ്മൾ പിന്നീട് സെറ്റിൽ ചെയ്യാന്നുള്ളത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അവന് പറയുന്ന സമയത്ത് അവനെ കൊണ്ടുപോയി നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ആകെ അവൻ ചോദിക്കുന്നത് ഫുഡ് ഐറ്റംസ് ആണെന്നുള്ളത് വേറെ ഫാക്റ്റാണ് കേട്ടോ. പക്ഷേ എങ്കിൽ കൂടിയിട്ട് നമുക്ക് അതിനെല്ലാത്തിനും ഒരു ലിമിറ്റേഷൻസ് വേണം, ബൗണ്ടറീസ് ഉണ്ടെന്ന് അവൻ അറിയണം. അവൻ ചെന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും അവന് കാര്യങ്ങൾ കിട്ടുന്നു എന്നുള്ളത് അവൻ വിചാരിക്കരുത്. മാത്രമല്ല, ഇപ്പോൾ റീസെൻ്റായിട്ട് എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. ആ ബർത്ത്ഡേയുടെ അന്ന് എന്താ അവൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു പാക്കറ്റ് ചോക്ലേറ്റ് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വന്നപ്പോൾ ചോക്ലേറ്റ്സ് കഴിഞ്ഞു, ടീച്ചേഴ്സിനുള്ള ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നില്ല. ടീച്ചേഴ്സിന് അവൻ ഇമാജിനറി ചോക്ലേറ്റ് കൊടുക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. ഇന്നോ ചോക്ലേറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. പിന്നെ ഞാൻ വേറൊരു കാര്യം ഒബ്സർവ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ അവൻ എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കും, ദർശൻ്റെ കയ്യിൽ കാശുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ കാശുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇമാജിനറി കാശ് ഇങ്ങനെ വെച്ച് തരും. അപ്പോൾ ഈ ഇമാജിനറി തിങ്സുകൾ കൊണ്ട് കാര്യങ്ങൾ നടക്കുമെന്ന് അവൻ വിചാരിക്കാൻ പാടില്ലല്ലോ. ഫിസിക്കലായിട്ടുള്ള ശരിയായിട്ടുള്ള കാശുണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ എന്നുള്ള റിയലൈസേഷനും അവന് വേണം. പിന്നെ അതുപോലെ തന്നെ ക്യാൻറ്റീനിലായാലും നമ്മളിങ്ങനെ പറഞ്ഞു വെച്ചിട്ടുള്ളതുകൊണ്ട് അവൻ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് കിട്ടും. അങ്ങനെയുള്ള ഒരുപാട് ഫെസിലിറ്റീസ് അവന് കിട്ടുമ്പോൾ അവനത് ഓവർ യൂട്ടിലൈസ് ചെയ്യരുത് എന്നുള്ളൊരു കൺസേണിലാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ 2-3 മെഷേഴ്സാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, അവൻ്റെ അടുത്ത് നമ്മൾ ചാർട്ട് ചെയ്തു അവൻ ഏത് ദിവസം അവന് ക്യാൻറ്റീനിൽ പോയി കഴിക്കാം, ഏത് ദിവസം അവന് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അവന് 2 ദിവസം നമ്മൾ ക്യാൻറ്റീനിലും ഒരു ദിവസം ആ മുകളിൽ പോയി കഴിക്കാനായിട്ടുള്ള പെർമിഷൻ കൊടുത്തു. അത് മൺഡേയ്സും തേഴ്സ്ഡേയ്സും ആണെന്നുള്ള രീതിയിൽ നമ്മൾ ഫിക്സ് ചെയ്തു. അതിനുശേഷം നമ്മൾ അവന് ക്യാൻറ്റീനിൽ പോകുന്ന ദിവസം അവന് പൈസ ഫിസിക്കൽ ക്യാഷ് കൊടുത്തു വിടാനായിട്ട് തീരുമാനിച്ചു. ഒരു 10 രൂപ അവനെ കൊടുത്തു വിടാം. അവനത് കട്ട്ലേറ്റ് മേടിക്കണോ അതോ അവന് മൈസൂർ പാക്ക് മേടിക്കണോ, അത് അവൻ്റെ ചോയ്സാണ്. ലെറ്റ് ഹിം ഡു വാട്ട് എവർ ഹി ലൈക്സ്. അത് അവനങ്ങനെ നമ്മളൊരു ഫ്രീഡം കൊടുത്തു. പിന്നെ അതുകൂടാതെ നമ്മൾ പ്ലാൻ ചെയ്തെന്ന് വെച്ചാൽ, ബാക്കിയുള്ള ദിവസം അവനിപ്പോൾ ആ ടൈം ആകുമ്പോൾ നാച്ചുറലി ടെംപ്റ്റേഷൻ ഉണ്ടാവും, മറ്റുള്ള കുട്ടികൾ പോകുന്നതാണ്. അവനത് സെൽഫ് കൺട്രോൾ ചെയ്യാനായിട്ട് ഞാനപ്പോൾ എന്തായാലും ഞാനിവിടെ വരുന്നതാണ് അവൻ്റെ സ്കൂളിലോട്ട്. അപ്പോൾ ആ ദിവസങ്ങളിൽ ക്യാൻറ്റീനിൽ പെർമിഷൻ ഇല്ലാത്ത ദിവസങ്ങളിൽ അവന് നമ്മൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും അവന് ഇഷ്ടമുള്ള സാധനങ്ങൾ കൊണ്ടുവരാമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനിവിടെ ഇരിക്കുകയാണെങ്കിലും ചിലപ്പോൾ വന്നോളണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വന്ന് പോയി. ഇന്നിപ്പോൾ ഓടി വന്നിട്ട് കാറിൽ കയറിയിട്ട് ആൾ തന്നെ തുറന്ന്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി മുന്നേ തന്നെ, ഞാൻ നിനക്ക് നഗറ്റ്സ് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് അറിയാം ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ മൈൻഡിലുണ്ട് നമ്മൾ മുന്നേ കൂട്ടി പറഞ്ഞു വെച്ച കാര്യങ്ങൾ. സോ ഹി ഗെയിം ഡയറക്റ്റ്ലി വന്നിട്ട് അവൻ അതെടുത്ത് കഴിച്ചു. അവൻ ഹാപ്പി. എന്നിട്ട് ഞാൻ വീണ്ടും അവൻ്റെ അടുത്ത് ചോദിച്ചു, നീ കഴിച്ചോ, നീ ക്യാൻറ്റീനിൽ പോയിരുന്നോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇല്ല, പോകുന്നില്ല എന്നുള്ളത് പറഞ്ഞു. ഇങ്ങനെ സ്ലോലി നമുക്ക് അവനെ ആ ഒരു പാറ്റേൺ ബ്രേക്സ് ഇടയ്ക്ക് ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങളും കൂടെയാണ് ഞാൻ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ലൂസാക്കി വിടുമ്പോഴും എപ്പോഴും നമ്മുടെ മൈൻഡ് ഇവരുടെ ഒരു അലേർട്ട് സോണിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അവൻ ബൗണ്ടറീസ് വിടുന്നുണ്ടോ, അവൻ ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നുണ്ടോ, അത് അവന് ഗുഡാണോ ബാഡാണോ ഒക്കെ നമ്മുടെ ജഡ്ജ്മെൻറ്റ്സ് ആണ്. എപ്പോഴും നമ്മുടെ ജഡ്ജ്മെൻറ്റ്സ് കറക്റ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷനിൽ നമുക്ക് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദിസ് ഈസ് വാട്ട് ഐ ഡു. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ സങ്കടം തോന്നും. കാരണം അവൻ്റേതായിട്ടൊരു ലൈഫ് ചൂസ് ചെയ്യാനായിട്ട് അവന് പറ്റട്ടെ എന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ഒരു ദിവസം അവനത് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇതുപോലുള്ള പാറ്റേൺ ബ്രേക്കിങ്സും അതുപോലെ തന്നെ ഫ്രീഡം, ഒരു സൈഡിൽ നമ്മൾ ഫ്രീഡം കൊടുക്കുന്ന സമയത്ത് തന്നെ അതുപോലെയുള്ള പാറ്റേൺ ഫോം ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യാനുള്ള
കോൺട്രഡിക്ടറി മെഷേഴ്സും നമ്മൾ എടുത്തുകൊണ്ടിരിക്കണം സൈഡ് ബൈ സൈഡ്. സോ ആ ഒരു ബാലൻസിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇതാണ് ഇന്നിപ്പോൾ നമ്മൾ ചെയ്തിട്ട് ഇന്നത്തെ കാര്യത്തിൽ സക്സസ്ഫുൾ ആണ്. ഇന്ന് അവൻ ക്യാൻറ്റീനിൽ പോയില്ല. അവൻ എൻ്റെ കൂടെ വന്നിരുന്ന് നഗറ്റ്സ് കഴിച്ചിട്ട് ഹാപ്പി ആയിട്ട് തിരിച്ച് പോവുകയാണ് ഉണ്ടായത്. അവനത് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു ആക്സെപ്റ്റൻസ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ ലിസണിങ്. അപ്പോൾ നമുക്ക് വീണ്ടും സംസാരിക്കാം.